Hi my dears, how are you? Today we are discussing about our fourth unit first chapter summary. Our chapter name is The Why Girl, written by Mahashweta Devi. Okay, written by Mahashweta Devi. Then now let us start our summary. Moina is a tribal girl who is very curious. She always asks many questions about everything. She sees people call her the why girl because she never stops asking why. What is the meaning here? മൊയ്ന എന്ന് പറഞ്ഞാലേ നമ്മൾ വളരെ കൗതുകം നിറഞ്ഞ ഒരു ആദിവാസി പെൺകുട്ടിയാണല്ലേ. അവളെ എന്ത് കണ്ടാലും എന്താണ് അവൾ അതെന്തിനാണ് എന്തുകൊണ്ടാണ് വൈ എന്ന് ഇങ്ങനെ അവളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവളിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കൂലേ. അതുകൊണ്ട് തന്നെയാണ് അവളെല്ലാവരും എന്ത് വൈ ഗേൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ. Then her family is very poor, so he has to do many household jobs, cooking, cleaning, taking care of animals and helping her mother. Even though she cannot go to school regularly, she loves learning. Okay, what is the meaning? മൊയ്നയുടെ ഫാമിലി വളരെ എന്താണ് പുവറാണല്ലേ. അതിനാൽ തന്നെ ഈ കുക്കിങ്, അതുപോലെ വീട്ടിലെ പണികൾ, മൃഗങ്ങളെ നോക്കുക, അമ്മയെ സഹായിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവൾ തന്നെ ചെയ്യണമല്ലേ. ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൾക്ക് എന്താണ് സ്കൂളിൽ പോകാനൊന്നും ടൈം കിട്ടണില്ല അല്ലേ. എങ്കിലും മൊയ്നക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ, ആഗ്രഹമാണ് പഠിക്കണം എന്നുള്ളത്. ഓക്കെ. Then one day the author Mahashweta Devi meets Moina and is surprised by her intelligence. The author helps Moina join school. Moina studies well and continues to ask questions because she believes that ask questions help her learn new things. Okay, what is the meaning? Yeah. ഒരു ദിവസം മഹാശ്വേത ദേവി മൊയ്നയെ കാണുകയാണല്ലേ. അവൾ ആ ഒരു കൗതുകവും വിവേകവും ആ ഒരു ബോൾഡ്നെസ് അല്ലേ, ഈ എഴുത്തുകാരിയിൽ ഒരു അട്രാക്ഷൻ അല്ലേ, അവരെ ആകർഷിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഓതർ എന്ത് ചെയ്യാണ്, റൈറ്റർ എന്ത് ചെയ്യാണ്, മൊയ്നയെ സ്കൂളിൽ അല്ലേ, അവരുടെ ആ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാണ് അല്ലേ. അങ്ങനെ സ്കൂളിൽ ചേർന്ന ശേഷം മൊയ്ന നന്നായിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. പഠിച്ചിട്ട് അവൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ അത്ര തെറ്റല്ല അല്ലേ എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അതായത് പഠനം ഇത് വളരാൻ ആവശ്യമാണ് അല്ലേ. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻസ് ആണ്. ക്വസ്റ്റ്യൻസ് എന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് അവൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. ഓരോ ഡൗട്ട്സുകളും കാര്യങ്ങളും ആ ഒരു എന്ന വിശ്വാസം അവളിൽ തുടർന്ന് വരികയാണ്. ഓക്കെ. Then the story teaches us that curiosity is good and every child must get education. ഈ ഒരു സ്റ്റോറി നമ്മെ ടീച്ച് ചെയ്യുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്, കൗതുകം, അതായത് ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അത് നല്ലതായ കാര്യങ്ങളിലേക്ക് നമ്മളെ ലീഡ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ ഓരോ കുട്ടിക്കും നമ്മൾ വിദ്യാഭ്യാസം ലഭിക്കണം എന്നതുകൂടിയാണ്. ഓക്കെ ഡിയോ, താങ്ക് യു.